ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കുറേയധികം കാര്യങ്ങളുണ്ട് കേട്ടോ. വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വഴിയെ പറയുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ റൈസ് റെസിപ്പീസും എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ. ഈസി റൈസ് റെസിപ്പീസ് എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടു തീരുന്നതിന് മുമ്പ് നിങ്ങളൊരു കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകണ്ട. അപ്പോൾ വെക്കേഷനായിട്ട് റഫീഖാൻ്റെ ഏട്ടൻ്റെ മക്കളും പെങ്ങളെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതാ ഒരു 5 മണിയായപ്പോൾ ഇവരെ വിളിച്ചു. ഇവരെ നമസ്കാരം എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോട്ടെ. ക്ലാരിറ്റി കുറവ് അതുണ്ടാവും. കൂട് ശരി ഇങ്ങനൊക്കെ എപ്പോൾ എത്തല് ഇന്ന് മഞ്ഞും തണുപ്പൊക്കെ വളരെ കുറവാണ് കേട്ടോ. അത് കണ്ടില്ലേ, എന്നിട്ട് ഇവിടെ നന്നായിട്ട് മഞ്ഞുണ്ടാവും. ഇന്നില്ല, തണുപ്പുമില്ല. നമ്മൾ സ്വെറ്റർ ഇട്ടിട്ട് ശരിക്കും അങ്ങനെ ചൂടായിട്ടുണ്ട്. എന്നാലും രാവിലത്തെ ആ മഞ്ഞിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും സ്വെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നു അമ്മീ തിരിക്കാ വാ. ഇല്ല മതി, പോവാ വാ. ഇത് ഞാൻ സ്ഥിരം എടുക്കുന്നൊരു ഏരിയ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ. ശരിക്കും ഇങ്ങനെ വെളിച്ചം ആയി വരണം. സൂര്യൻ ഉദിച്ച് വരുമ്പോൾ കാണാൻ നല്ല രസമാണ് ഇവിടുന്ന്. അതാ അവരങ്ങ് എത്തിയിട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ അവിടെ എത്താനാകുമ്പോൾ കാണാം. ഇത് നമ്മൾ വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ആ വഴിക്കുള്ളൊരു പാർക്കാണ് കേട്ടോ. മുനിസിപ്പൽ പാർക്ക് എന്ന് പറയും. കാണാൻ വന്നിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് കണ്ടോ, ഞാൻ പെട്ടു. ഇവരെ കൊണ്ട് ഇനി വീട്ടിലെത്തുമ്പോൾ ഉച്ചാവും മിക്കവാറും. പോകുക വാ അമ്മീ വാ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ.
ഞാൻ പറഞ്ഞില്ലേ ഇവര് പത്തിരി കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നടക്കാൻ വന്നത്. അങ്ങനെ ഞങ്ങൾ നടന്നു വരുമ്പോൾ പത്തിരി സാധാരണ ഉണ്ടാകുന്ന ആ ജംഗ്ഷനിൽ എത്തിയപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അത് പത്തിരി കട ലീവാണ് കേട്ടോ, ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പിന്നെ കുറച്ച് പിന്നെ ഇവിടെ വന്ന് റഫീക്ക ടൗണിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുത്തന്നു. അങ്ങനെ നമ്മൾ പത്തിരി കിട്ടിയിട്ടുണ്ട്. നല്ല രസമല്ലേ രാവിലെ ചായക്ക് പൊരിച്ച പത്തിരി കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പണ്ട് റഫീക്ക എന്നെ നടക്കാൻ പോവുക ഇത് പറഞ്ഞിട്ടായിരുന്നു, പത്തിരിയും ചായ വാങ്ങിത്തരാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ നടക്കാൻ പോകും. പിന്നെ അതൊരു ശീലമാകാൻ തുടങ്ങിയപ്പോൾ എല്ലാം ഒഴിവാക്കി. അപ്പോൾ എല്ലാവരും വരുമ്പോൾ നമ്മൾ വെറുതെ ചായക്ക് രാവിലെ വാങ്ങും, അത്രയും. നല്ല ടേസ്റ്റാണ് ഈ പത്തിരി. ഇതും പാലൊഴിച്ച ചായ രാവിലെ കഴിക്കാൻ. ചായ റെഡി ആയിട്ടുണ്ട്. നടത്തത്തിന്റെ ഉദ്ദേശം ഞാൻ പറയാൻ പറഞ്ഞ ക്രിസ്മസ് നല്ല പറഞ്ഞു കടയൊന്നുമില്ല, നന്നൊന്നും കൊണ്ട് രാവിലെ വേഗം കറിയാക്കും കേട്ടോ. അപ്പൊ തന്നെ സമയം 8 മണിയായിട്ടുണ്ട് കേട്ടോ. ചാക്ക് പിടിച്ച് കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങിയില്ലേ, അപ്പോൾ അത്യാവശ്യം സമയമായി. കുഴപ്പമില്ല. ഞാൻ പുട്ടും ചിക്കൻ വറുത്തരച്ച കറിയാണ് കേട്ടോ വിചാരിക്കുന്നത്. വേഗം പരിപാടി കഴിയുമല്ലോ, വേഗം ആക്കട്ടെ. പുറത്തേക്ക് അവിടെ തേങ്ങ ചെല്ലുന്നു കേട്ടോ. തേങ്ങ ചെല്ലിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ചെറിയ തരാൻ പറ്റും. കുറച്ച് മല്ലി, ഒരു 3 ടീസ്പൂൺ. കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു അരക്കിലൊന്നും ഇല്ല, അരക്കിലൊരു പകുതിയൊക്കെ ഉള്ളൂ കറിയാക്കാൻ വേണ്ടിയിട്ട്. കുഴപ്പമില്ല. ഒരു 3 ടീസ്പൂൺ മല്ലിയും 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിത് ടേബിൾ സ്പൂണാണ്, അതുകൊണ്ട് ഞാൻ ടീസ്പൂണിൻ്റെ കണക്ക് പറയുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തു. പിന്നെ ഗരം മസാല കുറച്ച്, ഒരു 1/4 ടീസ്പൂണിലെ ഗരം മസാല. ഇനി അതില്ലെങ്കിൽ ഒരു ലക്ഷം പട്ടയോ ഒരു ഏലക്കയോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം, ഇത്രയേ ഉള്ളൂ. ഇനി ഒന്നുമില്ല, ചിക്കൻ വേവുന്ന ആ ഒരു സമയം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ വറുത്തരച്ചിട്ട് ഒഴിച്ചു കൊടുക്കൂലേ, അങ്ങനെ ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഞാൻ പുട്ടിനൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കില്ലേ അടുത്ത പണിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ നമ്മൾ അതിലേക്ക് എടുത്ത ഐറ്റംസ് കൊണ്ട് തിരിച്ച് എടുത്ത് വെക്കാം. അപ്പോൾ അത്രയും പണി നമുക്ക് കൊണ്ടിട്ട് മാത്രമല്ല കൗണ്ടർ ടോപ്പ് ഫ്രീ ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് പണിയെടുക്കാനൊരു എന്താ പറയുക, കുറേ പണിയുണ്ട്, ആ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല. പുട്ടിന് ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്, അപ്പൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ കൗണ്ടർ ടോപ്പും അപ്പപ്പാവുന്നില്ലേ, അപ്പപ്പാവ് വരട്ടിയിട്ട് കളയാം. ടിഷ്യൂ അല്ലെങ്കിൽ ഞാൻ ടിഷ്യൂ വെക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തുടച്ചു വെക്കുക.
അപ്പം നമ്മളെ കിച്ചണില്ലേ അഴുക്കായിട്ടുണ്ടാവുകയില്ല, എപ്പോഴും നീറ്റായിട്ട്. ലാസ്റ്റ് പണി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെക്കിയത് തന്നെ ഉണ്ടാവുള്ളൂ. ഇനി ഞാൻ ഫുഡ് കഴിക്കാനുള്ള പണി നോക്കാം. ആയതുകൊണ്ട് ഇന്ന് വൈകിയത്, അതായത് നമ്മൾ സാധാരണ തുടങ്ങുന്നതിനും കുറച്ച് വൈകില്ലേ ചില കാര്യങ്ങളൊക്കെ ചെയ്യല്. പക്ഷെ പുട്ടായതുകൊണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ഇപ്പം ഇന്നലെ പുട്ടിനെ പൊട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് ഈസിയായി. പിന്നെ മാത്രമല്ല നമ്മൾ ഉച്ചക്കത്തേക്ക് ഒരു സ്പെഷ്യൽ ഡിഷായിട്ട് ഉണ്ടാക്കുന്നത്, അടിപൊളി ടേസ്റ്റുള്ള റൈസ് ഉണ്ടാക്കുന്നത്, ഒരു സ്പെഷ്യൽ റൈസ് ആട്ടോ. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഉണ്ടാക്കാമെന്ന് ചോദിക്കുന്നത്. ഇന്ന് ഇവർ പോകും കേട്ടോ, കുട്ടികളൊക്കെ പോകും. അപ്പോൾ അമലത്തെയും വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിന്ന റൈസ് ഉണ്ടാക്കാൻ ഇന്നലെ നമ്മൾ ശരിക്കും ഇന്നലെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്, നല്ല വലിയ ചെമ്മീൻ കിട്ടി. പക്ഷെ പിന്നെ റഫീക്ക് പറഞ്ഞു വേണ്ട, സാധാ ചോറുണ്ടാക്കി. അയില ഉണ്ടായിരുന്നു. അപ്പോൾ അയില പൊരിച്ചും ചോറും പരിപ്പ് കറിയും അയില മുളകിട്ടതും പരത്തിയും അങ്ങനെയൊക്കെ നാടൻ ഡിഷ് ഉണ്ടല്ലോ, അതാക്കാൻ വേണ്ടി പറഞ്ഞ്. അങ്ങനെ പിന്നെ അതുണ്ടാക്കിട്ടോ. അതുകൊണ്ട് ഇന്നലെ ഉണ്ടാക്കിയില്ല. പിന്നെ ഇന്നെന്തായാലും അവർ പോവല്ലേ, അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പറ്റും. ആ റൈസ് റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. റഫീക്ക ഉണ്ടാക്കാന്ന് പോയേക്കാം. ഇവിടെ വേസ്റ്റ് കത്തിക്കുകയാണ് കേട്ടോ. വേസ്റ്റല്ല, ഈ ചപ്പലല്ലേ, ചമ്മല്, അത് കത്തിക്കുക. എനിക്ക് മൈലാഞ്ചി പറിക്കണം എന്ന് കേട്ടോ. മൈലാഞ്ചി ഉണ്ട് അല്ലേ? അല്ല മൈലാഞ്ചി അല്ല, പക്ഷെ കുറച്ചുണ്ട്. ഇതെന്താ ഇങ്ങനെ ആയിപ്പോയത്? ഇവിടെ ഒന്നും ഇല്ലാതെ, താഴെ ഒന്നും ഇല്ലാതെ മൈലാഞ്ചി മരം. കുറച്ച് പറിക്കണേ. ഞാൻ പോട്ടെ. ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കനിലേക്ക് തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്നില്ലേ, അതുകൊണ്ട് തേങ്ങ വറുക്കാൻ വേണ്ടി വെക്കണം. വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടേ. പിന്നല്ലേ നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ട് ഇരിക്കും കേട്ടോ ഞാൻ ഓൺ വോയിസ്, അതായത് വീഡിയോ എടുക്കുമ്പോൾ തന്നെ സംസാരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയുണ്ട്, എനിക്ക് കുഴപ്പമില്ലല്ലോ, കുഴപ്പമുണ്ടോ ഇല്ലയോ അതൊക്കെ ഒന്ന് പറയാം കേട്ടോ. ക്ലാരിറ്റി കുഴപ്പമുണ്ടോ, സൗണ്ടിന് പ്രശ്നമുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണേ. കുറേ ആയിട്ടോ മൈക്ക് വാങ്ങിയിട്ട് കുറേ നാളായി. പക്ഷെ എനിക്കതൊരു റെഡി ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയത്. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. അപ്പോൾ നമ്മൾ തേങ്ങയും അതിലേക്ക്
ചെറിയ ഉള്ളി അല്ലെങ്കിൽ ഞാൻ സവാളൊക്കെ ചെറുതായിട്ട് എടുത്ത് ചെറിയ ഉള്ളി തീർന്നു പോയിട്ട് അപ്പോൾ ഞാൻ വറവിടാൻ വേണ്ടി 2-3 എടുത്ത് വെച്ചു, അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ സവാള ചെറുതായിട്ടൊന്നും കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, ഗുണം കൂടുതൽ ചെറിയ ഉള്ളിക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് പിന്നെ സോറി വലിയ ജീരകം ഇടാൻ കേട്ടോ, കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണുള്ള വലിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2-3 വെളുത്തുള്ളി കറിവേപ്പില, ഇത്രയും മതി. ഇതൊന്ന് ഓവർ റോസ്റ്റ് ആവണ്ട, അങ്ങനെ കളർ ചേഞ്ചായി ഭയങ്കര കളറെല്ലാം മാറി അങ്ങനെ ആവണ്ട, അത് വേറെ ടേസ്റ്റ് വരും കറിയിലേക്ക്. ഒന്ന് ചെറുതായിട്ട് തേങ്ങയിലൊന്ന് ചൂടായി കളർ ചേഞ്ച് ആയാൽ മതി. നൈസായി കാണിക്കാം. ഞാൻ മുന്നേ റെസിപ്പി കാണിച്ചിട്ടുണ്ട് കേട്ടോ, മുന്നേ നമ്മൾ ഇഫ്താറിൻ്റെ അതായത് നോമ്പുറ റമദാൻ വീഡിയോയിലൊക്കെ കുറേ ഇങ്ങനെ വറുത്തരച്ച കറി അല്ലാത്ത ഇങ്ങനെ യെല്ലോ കളറിൻ്റെ കറിയൊക്കെ കാണിച്ചിട്ടുണ്ട്. കണ്ടു നോക്കാട്ടോ, നമുക്ക് കുറേ പുതിയ വ്യൂസും ഒക്കെ ഉണ്ട്. പഴയ നിങ്ങൾ ചോദിച്ച കുറേ കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ, കുറേ വീഡിയോയിലൊക്കെ കാണിച്ച കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ എന്താണെന്ന് പറയാം, എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇത് എന്താ പറയുക ആന്തൂറിയം ഫ്ലവർ ഇടുന്നത് എങ്ങനെയാണ്, എന്താ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ആന്തൂറിയം ത്തിന് ചെയ്യുന്ന വളം ഇപ്പോൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞതിന് മുമ്പത്തെ വീഡിയോയിൽ വരെ ഉണ്ട് കേട്ടോ. ന്യൂ വ്ളോഗ് അടിച്ചു കൊടുത്താൽ മതി, ജംഷി റെസിപ്പീസ് ന്യൂ വ്ളോഗ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഒരു 2 വീഡിയോ അപ്പുറം ഡീറ്റെയിലായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചില വീഡിയോ മിസ്സായി പോലെ, അതുകൊണ്ടാണ്. പിന്നെ പുതിയ വ്യൂസ് ഉണ്ടാകും, അവർ സെർച്ച് ചെയ്തിട്ട് കണ്ടു നോക്കുക. കുറേ അധികം റെസിപ്പീസും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ കല്യാണ തിരക്കുകളും അങ്ങനെ ഓരോരോ എന്താ പറയുക ഇതിൽ കാണിക്കുന്നത് മാത്രമല്ല നമ്മുടെ ലൈഫ്, അല്ലാണ്ട് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കമൻറ്റിന് റിപ്ലൈ എനിക്ക് കൂടുതലായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. എല്ലാത്തിനും കൊടുക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഹാർട്ട് ഇട്ടിട്ട് പോകില്ലേ, അത് ചെയ്യാത്തത് കേട്ടോ. കൊടുക്കണം എന്നാണ് ആഗ്രഹം, പക്ഷേ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണ്. പിന്നെ 1v1 ആയി തന്നെയാണ് ഞാൻ ഇട്ടിട്ട് എന്താ പറയുക റിപ്ലൈ കൊടുത്തിട്ട് പോവാൻ പറ്റുന്നത്, പക്ഷെ കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് ഒരിക്കലും പറ്റുന്നില്ല കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റെസ്റ്റ് അല്ല കേട്ടോ, നമ്മൾ അടുത്ത വീഡിയോൻ്റെ കണ്ടൻറ്റ്, അടുത്ത വീഡിയോയുടെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ അങ്ങനെയായിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഗസ്റ്റ് ഉണ്ടാവും, നമുക്ക് പുറത്ത് പോകാനുണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെയാണ്. തേങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ, ഇത്രയും മതി. ഫസ്റ്റ് ട്രിപ്പ് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ കൊടുക്കട്ടെ, എന്നിട്ട് അടുത്തത് ഉണ്ടാക്കട്ടെ. പിന്നെ തേങ്ങ ചിക്കൻ കറിയിലേക്ക് ഇട്ടുള്ള തേങ്ങയും കൂടെ ഒന്ന് അരച്ചെടുക്കണം. ചിക്കനൊക്കെ വെന്ത് വന്നു കേട്ടോ. കറിയിൽ തേങ്ങ അരപ്പ് ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് തിളച്ച് വന്നാൽ കറി സെറ്റ്. പിന്നെ ഒന്ന് വറവിട്ട് കൂടെ എടുത്താൽ മതി. ഇത്രയും മതി. ഒന്ന് വറവിട്ടെടുക്കാം. ഞാൻ കറിയിൽ ഒരു സവാളയും ഒരു ചെറിയ തക്കാളിയും ഒരു 3 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, അതും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കേട്ടോ. ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചിട്ട് അതും ചേർത്ത് കൊടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞു തന്നെ ഓർമ്മല്ല, ഇട്ട് ഒഴിഞ്ഞുകൊണ്ട് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ മസാലൊക്കെ ചേർത്ത് കൊടുത്തു, അത്ര തന്നെ. വറുത്തരച്ചക്കറി വഴറ്റിയിട്ടും ഉണ്ടാക്കും കേട്ടോ, സവാളയൊക്കെ വഴറ്റിയിട്ട് അങ്ങനെയൊക്കെ. ഞാൻ രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയുള്ള മതി, എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. പിന്നെ പുട്ടിലേക്ക് നമുക്കിഷ്ടമുള്ള ലൂസ് കറി കേട്ടോ, ഇങ്ങനെ ടൈറ്റ് അല്ലാത്ത കറികളുണ്ട്, വറുത്തരച്ച കറി അങ്ങനത്തെ ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ. ബീഫാണ് അടിപൊളി, എന്നാലും ഇപ്പോൾ കയ്യിൽ ചിക്കനെ വന്നിരുന്നതാണ്. കുട്ടിക്ക ഫോൺ ചെയ്യുന്ന സൗണ്ട് ഉണ്ടാവും ഇതിൽ നല്ലോണം. അതുകൊണ്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കൊടുക്കാത്തത്. ഫുള്ള് ഫോൺ കോളായിരിക്കും, അപ്പോൾ ഫുള്ള് ഇവിടെ തന്നെ ഉണ്ടാവും, കിച്ചൺ ആ ഭാഗത്ത്. അപ്പോൾ അതിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോറി.
പുട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അത്രയേ ഉള്ളൂ. അതാ റഫീക്ക പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുണ്ട്. കുറച്ച് അല്ല, ചിക്കൻ ഉണ്ട്, റൈസിലേക്കുള്ളതുണ്ട്, പുട്ടിലേക്ക് കുറച്ച് മതിയല്ലോ. ഉച്ചക്ക് ഒരു റൈസ് ആക്കാൻ പറ്റും. എന്നെ കേട്ടിട്ടില്ല, വോയിസ് ഇവിടെ എടുക്കൂല. എന്നെ അവിടുന്ന് വിളിച്ച് എറിയണം അസ്സലാമു അലൈക്കും. ആ പറയരുത്, കേട്ടിട്ടില്ല. കൂട്ടിട്ട് പോരും മോളെ. ഒരു പീസൊക്കെ ആവാം. കുറച്ച് ഇല്ല തണുപ്പാണോളച്ചി കുടിക്കാണ്ടൊക്കെ വേണ്ടിട്ട് കാക്ക ഞാൻ തണുപ്പിച്ച് വെച്ചതാ. അതാണ്. വെൽക്കം. മതി, കുഴപ്പമില്ല. അത് അവിടെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മനസ്സിലായില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കും വേണ്ട വേണ്ട പറയടാ. അപ്പോൾ ഇതാ റമൽത്ത വന്നതാണ് കേട്ടോ. അപ്പോൾ റമൽത്ത എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ വ്യൂസിന് മനസ്സിലാവുന്നുണ്ടാവില്ല, റഫീഖാൻ്റെ ചെറിയ പെങ്ങൾ. മറ്റേത് ഇപ്പോൾ ഇതാ സിയാദും കുട്ടികളും വന്നിട്ടുണ്ട്. അത് കൽപ്പറ്റയുള്ള സുഹൃത്തല്ലേ, റഫീഖാൻ്റെ വേറൊരു പെങ്ങൾ.
അപ്പോൾ അവരും കൂടെ വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ അല്ലേ ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് നമ്മൾ സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ 1 കിലോ ചിക്കൻ ആട്ടോ എടുത്തിട്ടുള്ളത്. 1 കിലോ ചിക്കൻ ഞാനൊരു മീഡിയം പീസ് ഈ ഒരു ടൈപ്പ് പീസാണ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതാക്കാം, ഇതിനേക്കാളും ചെറുതാക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഭയങ്കര സിമ്പിളാട്ടോ. ഞാൻ ഇതുവരെ കാണിച്ച മന്തിയല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. മന്തിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൈസാണ് ഉണ്ടാക്കുന്നത്. എന്താ പറയുക, ഞാൻ ഇതുവരെ ഉണ്ടാക്കിയ റൈസിൽ നിന്നും ഏറ്റവും സിമ്പിളാക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ റൈസ് കൂടിയാണ് കേട്ടത്. എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആണേ. ഇത് നമ്മളെ എന്താ പറയുക, ഒരു സബ്സ്ക്രൈബർ, മലപ്പുറമുള്ള ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു തന്നിട്ടുള്ള ഒരു റൈസാണ് കേട്ടോ. അന്ന് ഞാനൊരു വൈറ്റ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അവർ തന്നെയാണ് കേട്ടോ ഇത് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അടിപൊളി റൈസാണ് കേട്ടോ, വെറുതെ പറയുന്നില്ല. ഞാൻ 1-2 തവണ ഉണ്ടാക്കി നോക്കിയിട്ടാണ്. എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ലായിരുന്നു, അല്ലാത്ത സമയത്താണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. കുട്ടികളൊക്കെ വന്നപ്പോൾ അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റഫീഖൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിനായിട്ട് 3 ടീസ്പൂൺ ആട്ടോ ഞാൻ ചേർത്ത് കൊടുത്ത്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ല, സാദാ ചില്ലി പൗഡറില്ലേ, സാദാ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ കാശ്മീരി ചേർത്ത് കൊടുക്കണ്ട. ഇനിയിപ്പോൾ കാശ്മീരി ആണ് നിങ്ങളെടുത്തുള്ളൂ എങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാര്യം ഭയങ്കര കളറായി പോകില്ലേ കാശ്മീരി, അത്ര കളർ വേണ്ട. മറ്റേതാണെങ്കിൽ സാദാ മുളക് പൊടിയാണെങ്കിൽ 3 ടീസ്പൂണ്, അല്ല കാശ്മീരി ആണെങ്കിൽ 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ഹാഫ് ടീസ്പൂണെല്ലാം മഞ്ഞൾപ്പൊടി, അതിൽ കുറച്ച് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഹാഫ് ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ മന്തിക്ക് മസാല ചേർക്കുന്ന പോലെയല്ല, കുറച്ച് മസാല വേണം കേട്ടോ ഇതിൽ. അതാണ് ഇതിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. എന്നാൽ കുറേ സാധനങ്ങൾ ഒന്നുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാഗി ക്യൂബ് ഇല്ലേ, അത് ചേർത്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ ഈ സമയത്ത് ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നേ ഇല്ല, ഒരു സമയത്തും ചേർത്ത് കൊടുക്കുന്നില്ല. പക്ഷേ മാഗി ക്യൂബ് നമ്മളിപ്പോൾ ഞാനിപ്പോൾ 4 ക്യൂബ് എടുത്തിട്ടുണ്ട്. അതായത് ഒരു പാക്കിൽ 2 ഉണ്ടാവും. അങ്ങനത്തെ 2 പാക്കറ്റ് എടുക്കണം കേട്ടോ. 4 കട്ട. അതാണ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇപ്പോൾ 4 കട്ട 4 പീസ് ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ, 2 പാക്കറ്റ് ഫുള്ള്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മളിതിലേക്ക് ഉപ്പ് ഇനി ചേർത്ത് കൊടുക്കുകയേ വേണ്ടാന്ന് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ റൈസിലേക്കും ചിക്കനിലേക്കൊക്കെ മൊത്തമുള്ള ഓയിലാണ് കേട്ടോ. ഇതിപ്പോൾ സാധാ ഓയിലാട്ടോ, സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ അളവ് അറിയുന്നതുകൊണ്ടാണ്. നിങ്ങളൊരു 1/2 ബൗൾ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓയിൽ ഒഴിക്കുന്നതായിട്ടൊരു പേടിക്കൊന്നും വേണ്ട. നമ്മൾ മൊത്തം റൈസിലേക്കും ചിക്കനിലേക്കും ഒക്കെ ഉള്ള ഓയിലാട്ടാണ് ഇത്. ഒരു 1/2 ബൗൾ മന്തിയിലേക്ക് എടുക്കുന്ന പോലെയാണ് നമ്മൾ ഓയിൽ എടുക്കേണ്ടത്. ഞാൻ ആ ഒരു അളവ് പറഞ്ഞു തന്നിട്ടില്ലേ, ഒരു 1/2 ബൗളൊക്കെ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ 1 കിലോ ആണ് ചെയ്യുന്നത്. 1 കിലോ ചിക്കൻ, അതുപോലെ തന്നെ 1 കിലോ റൈസ്. മന്തി ഉണ്ടാക്കുന്ന റൈസില്ലേ, ഇന്ത്യ ഗേറ്റ് വൈറ്റ് റൈസിലും ഗോൾഡ് റൈസിലും നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഗോൾഡ് റൈസിലാണ്. ഇനിയൊന്നുമില്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ ഇതിലേക്ക്. ഇനി നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ മിക്സ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ മിക്സ് ചെയ്ത് വെച്ചോ കേട്ടോ. എത്ര നേരം മിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് അത്രയും നല്ല ടേസ്റ്റ് കൂടും കേട്ടോ. അത് ഞാനൊരു വൈറ്റ് റൈസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ലായിരുന്നു അതിന് മുമ്പേ, അതും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. തൈര്, കുരുമുളക് പൊടി, ഉപ്പ്, മസാല ചേർത്തിട്ട് വെക്കുന്നില്ലേ, അതും നമ്മൾ എത്ര നേരം മസാല പെരക്കി വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുക. ഇതും അതുപോലെ തന്നെയാണ്. മാക്സിമം ഒരു മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ചിക്കനിലേക്കൊക്കെ ആ ഒരു മസാലയൊക്കെ നല്ല പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും മന്തി അല്ലേ, മന്തീൻ്റെ ടേസ്റ്റ് ആവും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അല്ല കേട്ടോ, മന്തീൻ്റെ ടേസ്റ്റേ അല്ല. നമുക്കിങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു റൈസാണ് കേട്ടത്. ഭയങ്കര ടേസ്റ്റാണ്. എന്നാൽ ഒരു പണിയില്ല. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലേ പെട്ടെന്ന് അരി വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നല്ലത് കേട്ടോ, അരി വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഈ ഒരു മസാല നമ്മളങ്ങ് പെരക്കി വെക്കുക. എന്നിട്ട് വേഗം അരി വെള്ളത്തിലിട്ട് വേവിക്കുക. കാര്യങ്ങൾ റെഡിയാക്കുമ്പോഴത്തേക്കും ചിക്കനും റെഡിയായി. വേഗം കുക്കറിൽ വിസിലടുപ്പിച്ചെടുത്താൽ നമ്മൾ അടിപൊളി റൈസ് റെഡി. അത്രയേ ഉള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം.
അപ്പം ഞാൻ നമ്മളെ റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മൾ സാധാരണ മന്തി റൈസ് വേവിക്കൂലേ അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു 4 ഗ്രാമ്പും 4 ഏലക്കയും ഒരു കഷ്ണം പട്ട, വലിയ കഷ്ണം കേട്ടോ പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇന്ത്യ ഗേറ്റ് ഗോൾഡ് റൈസാണ് കേട്ടോ. വൈറ്റ് റൈസിനോട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. 2 റൈസ് ആണെങ്കിലും 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണേ. 1 മണിക്കൂർ വെള്ളത്തിലിടണം. വെള്ളത്തിലിട്ടൊന്ന് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കുക. 1 മണിക്കൂറിന് ശേഷം നമ്മൾ വെള്ളം അടുപ്പത്തിച്ചിട്ട് സാധാ റൈസ് ഊറ്റിയെടുക്കൂലേ അതുപോലെ വേവിച്ചിട്ട് ഊറ്റിയെടുക്കുക. വൈറ്റ് റൈസും ഗോൾഡ് റൈസും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ വെള്ളത്തിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഐറ്റംസും ചേർത്ത് കൊടുത്തു. ഇത് റൈസ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1-2 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പോൾ റൈസ് ഇട്ടിട്ട് റൈസ് ഒരു ഞാൻ കാണിച്ചു തരാം, പകുതി ഒരു 75% കുക്കാക്കി എടുക്കണം. നമ്മൾ 1 കിലോ അല്ലേ ഉണ്ടാക്കുന്നത്. 1 കിലോ റൈസും 1 കിലോ ചിക്കനും ആയതുകൊണ്ട് തന്നെ നമുക്ക് 1 കുക്കറിൽ ഇത് കൊള്ളൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ 2 കുക്കറിൽ ഇടുന്നുണ്ട് റൈസും ചിക്കനും. അപ്പോൾ നമുക്ക് ഈ ചിക്കനില്ലേ മസാല പെരക്ക് ചിക്കൻ പകുതി 1 കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക, പകുതി 1 കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് 1/2 കിലോ ഒക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 1 കുക്കറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ പകുതി ചിക്കന് 1 കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പകുതി അടുത്തതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനിയൊന്നുമില്ല, ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞുതരാം. വേണ്ട, ഇതുപോലെ തന്നെ 1 കുക്കറിലും കൂടെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. റൈസ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതുണ്ടാക്കാം. അതിൻ്റെ സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ, ഒരു 3 പച്ചമുളക് എടുത്തു. ഒരെണ്ണമൊക്കെ മതി കേട്ടോ, അല്ലെങ്കിൽ ഒട്ടും എരിവ് വേണ്ടാത്തവർക്ക് ഒരു പകുതിയല്ല മതി. ഇതൊട്ടും എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ. പിന്നെ ഒരു കഷ്ണം സവാള അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊന്ന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വിനീഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്ന് അധികം പേസ്റ്റ് ആവണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതാട്ടോ നമ്മളെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു 75 ഇത് കണ്ടോ, ഇത്ര മതി. കാരണം നമ്മൾ അതിലും കൂടെ വിസിലടിച്ചിട്ട് എടുക്കുമല്ലോ ചോറ്, അപ്പോൾ ഓവർ വെന്ത് പോകരുത്, എന്നാൽ വേവാണ്ടിരിക്കുകയും ചെയ്യരുത്. ഇത്ര മതി. ഇതൊന്ന് ഊറ്റിയെടുക്കട്ടെ. എന്താ ഞാൻ റൈസ് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ചിക്കൻ്റെ മുകളിലേക്ക് റൈസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ അടച്ച് ഒരു 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ കേട്ടോ, ഹൈ ഫ്ലെയിമിൽ 2 വിസിലടിച്ചിട്ട് കംപ്ലീറ്റ് എയർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ നമ്മളെ റൈസ് റെഡി. ഇതിൽ നമ്മൾ സ്മോക്കി ഫ്ലേവർ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ, എന്നാൽ തന്നെ കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 2 കുക്കറിലേക്കും ഷെയറാക്കി ഇടട്ടെ കേട്ടോ റൈസ്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, ഈ കുറച്ച് വെക്കരുത്, അപ്പോഴാണ് വെന്ത് കുഴഞ്ഞു പോകും കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ നിങ്ങളത് ഫ്ലെയിമെല്ലാം കുറവുള്ള അടുപ്പ് അങ്ങനെയൊക്കെ ആണെങ്കിൽ 1 വിസിലടിച്ചിട്ട് ഓഫാക്കിയിടുക കേട്ടോ, അത് ശ്രദ്ധിക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വന്നതിന് ശേഷം എയറെല്ലാം പോയതിന് ശേഷം അപ്പോൾ തന്നെ തുറന്ന് നോക്കുക, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മളെ ലഞ്ച് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ഈസി അല്ലേ. ഞാനിത് മയണൈസ് അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ജാറിലേക്ക് ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ അല്ലേ ഈ സൈഡായിട്ട് കഴിക്കുന്ന സംഭവം എന്തായാലും വേണം കേട്ടോ. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിക്കാനാണ് നല്ല ടേസ്റ്റ്.
എൻ്റെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാനേ ഉള്ളൂ. കാര്യം അവരെല്ലാവരും ഉള്ളതുകൊണ്ട് എല്ലാവരും ഓരോരോ പണികൾ ചെയ്തതുകൊണ്ട് വേഗം തീർന്നു, പണികളൊക്കെ വേഗം തീർന്നു. ഇനിയിപ്പോൾ ഒന്നുമില്ല, കുറേ നേരം സംസാരിച്ചിരിക്കും, ഫുഡ് കഴിക്കാനാവുമ്പോൾ ഫുഡ് കഴിക്കും, അത്രയൊക്കെ തന്നെ. എല്ലാവരും ഉണ്ടാകുമ്പോൾ എനിക്കങ്ങനെ എന്താ പറയുക, എഡിറ്റിങ് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേട്ടോ. വീഡിയോ എടുക്കലും പൊതുവേ ഇഷ്ടമല്ല. ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് അവരുടെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കാനാട്ടോ എനിക്കിഷ്ടം. ഇടയിലൊക്കെ പോവാൻ എങ്ങോട്ടേലും തന്നെ ചിലപ്പം ടൗണിൽ അങ്ങനെ ഷോപ്പിങ് അങ്ങനെയൊക്കെ. ഇനി അല്ലെങ്കിൽ നമ്മൾ കുടുംബക്കാരെ വീട്ടിൽ പോകില്ലേ, അങ്ങനെയൊക്കെ പോവാൻ അങ്ങനെയൊക്കെ ആട്ടോ ഇഷ്ടം. അപ്പോൾ ഇവർ വരുമ്പോൾ ഞാനും അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കാൻ, മാക്സിമം ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാട്ട് ചെയ്യുക. അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ വരാണ്ടിരുന്നത്. പിന്നെ എല്ലാവരും ബിസി ആണല്ലോ, വീഡിയോ കാണുന്നവരും ഒക്കെ ബിസിയാണ്. അപ്പം ഞാനും വിചാരിച്ചു ഞാനും അങ്ങോട്ട് കുറച്ച് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ, അത്രയേ ഉള്ളൂ. പിന്നെ കുറേ കല്യാണങ്ങളും ലോങ് കല്യാണങ്ങളും കേട്ടോ. കണ്ണൂർ, താമരശ്ശേരി, അങ്ങനെയൊക്കെ കൊടുവള്ളി അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കല്യാണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയായിട്ട് കുറേ ബിസിയായി. പിന്നെ അതിൻ്റെ ഇടയിലൂടെ റിസ്ക് എടുത്തിട്ട് വ്ളോഗ് ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടാണ്ടിരുന്നതാട്ടോ. ഇങ്ങനെയൊക്കെ കിട്ടുന്ന സമയം ഞാൻ മാക്സിമം എൻജോയ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇനി ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആ ഒരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്യല്ല കേട്ടോ. കാര്യം ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സമയത്ത് അങ്ങോട്ട് എൻജോയ് ചെയ്യുക, ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് നിൽക്കുക, അങ്ങനെ അത്ര തന്നെ. അപ്പോൾ ഇതാണ് നമ്മൾ മയണൈസും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ കാണിക്കാതെ. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ എഗ്ഗ് വെച്ചുണ്ടാക്കുന്നതും ഹെൽത്തി ആയിട്ട് കാഷ്യൂനട്ടൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതും മയണൈസും എല്ലാം റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ പിന്നെ കമൻ്റായിട്ടൊക്കെ കൊടുക്കാം. അതിനുശേഷം ഞാനൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ എയറെല്ലാം പോയിട്ടുണ്ട് കേട്ടോ റൈസ്. ഇനി ഇതാ ഇതിലേക്കൊന്ന് മാറ്റുന്നുണ്ട്. എയറെല്ലാം പോയപ്പോൾ ഞാൻ ഓപ്പണാക്കി നോക്കിയതാണ്. റൈസെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി മൊത്തം ഒന്ന് മിക്സ് ചെയ്യണേ. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചിക്കന് ഓയിലൊക്കെ അടിയിലല്ലേ ഉള്ളത്, ചിക്കൻ്റെ ഫ്ലേവറൊക്കെ റൈസിലേക്ക് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. മൊത്തം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുണ്ടോ, നല്ല സോഫ്റ്റ് റൈസാണ് കേട്ടോ. റൈസ് നല്ല സോഫ്റ്റാണ്, ചിക്കനൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്കാവും കേട്ടോ, അങ്ങനത്തെ ഒരു ഡൗട്ടൊന്നും വേണ്ട. ഇതുണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചിക്കനൊക്കെ, നല്ല ടേസ്റ്റ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളൊരു മന്തീൻ്റെ റൈസല്ല കേട്ടോ, മന്തി കപ്സ ആ ഒരു ടേസ്റ്റേ അല്ല, തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. സൂപ്പർ റൈസാണ് കേട്ടോ, മന്തീനേക്കാളും ഈസി എന്നൊക്കെ പറയാം, അതാണ് കേട്ടോ റൈസ്. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മളെല്ലാവരും ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അതെന്ത് തന്നെയാണെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ റൈസെല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേസ്റ്റ് ഉണ്ടോ? മന്തിനെ പോലെയാ? മന്തിൻ്റെ ടേസ്റ്റാ അല്ലല്ലോ? അയ്യോ, വെക്കിട്ട് കൊടുത്തു, അമിക്ക് കൊടുത്തു. മയണൈസ് കൂട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കിക്കോട്ടെ അല്ലേ.